നല്ല ടേസ്റ്റി മുളക് ബജ്ജി ഉണ്ടാക്കുകയാണ്. ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ കടലപ്പൊടി എടുക്കുക ആവശ്യത്തിന്. നിങ്ങൾ എത്രയാണോ ബജ്ജി മുളക് എടുക്കണേ അതിനനുസരിച്ച് ആവശ്യത്തിന് കടലപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് കാശ്മീരി പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർക്കുക. പിന്നെ കായത്തിൻ്റെ പൊടി. എന്നിട്ട് ഇത് കുഴയ്ക്കാനേ പാടുള്ളൂ. അതായത് ഒരു പേസ്റ്റ് മാതിരിയാക്കാൻ പാടുള്ളൂ, വെള്ളം പോലെ ആക്കരുത്. അതിന് ശേഷം ഈ ബജ്ജി ഉണ്ടാക്കണ മുളക് എടുത്തിട്ട് അതിലേക്ക് ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കണം. അപ്പം അതിനെന്ത് വേണമെന്ന് വെച്ചാൽ ഈ മുളക് രണ്ടറ്റവും വിട്ടു പോവാതെ നടുക്ക് മാത്രം കീറുക. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് പുറത്തും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. അതിന് ശേഷം ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ആ ലോ ഫ്ലെയിമിൽ ചൂടായ ശേഷം ഈ 10 മിനിറ്റ് വെച്ച മുളക് അതിലേക്ക് ഇടുക. അതിന് ശേഷം അതിങ്ങനെ തിരിച്ചും മറിച്ചും ഇതായി വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നന്നായി ചുമക്കണം. ഇതിൽ വരുമ്പോൾ എടുക്കാം. കണ്ടില്ലേ, മുളക് നന്നായിട്ട് ഇതാവണം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇടണം. ഇങ്ങനെ ഇതായി കഴിയുമ്പോൾ ഇങ്ങനെ കോലോണ്ട് കോലമാണ് നല്ലത്. ഇതിങ്ങനെ ഇതാവണം. ഇതിൻ്റെ പച്ച കളർ ഇവിടെ കാണാം. പച്ച കളറ് പോകണം. അതിന് ശേഷം അതിങ്ങോട്ടേക്ക് എടുക്കണം. അതേപോലെ ചുവപ്പ് കളറാവണം 2 ഭാഗവും. അതിന് ശേഷം കുത്തി ഇങ്ങോട്ട് എടുക്കാം. നല്ല ടേസ്റ്റി മുളക് ബജ്ജി കഴിക്കാം. ചായയോ കാപ്പിയോ ഇതൊക്കെ ആയിട്ട്. ഭക്ഷണമാണല്ലോ ഏറ്റവും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റേതായ ഗുണമുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ.